വൈകുന്നേരം ചായക്കൊക്കെ കഴിക്കാൻ പറ്റിയ ആവിയിൽ വേവിച്ചെടുക്കുക നല്ല കുട്ടി കേക്കിൻ്റെ റെസിപ്പിയാണ്. ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ആദ്യം തന്നെ ഒരു ഡ്രൈ ആയിട്ടുള്ള മിക്സ്ഡ് ജാറിലേക്ക് ഞാനിവിടെ 1/4 കപ്പ് ശർക്കര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ഇതിനകത്തോട്ട് 1/2 കപ്പ് റവയും അതുപോലെ തന്നെ 3 ഏലക്കയും ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. സാധാ റവയാണ് കേട്ടോ, നമ്മൾ ഉപ്മാവിന് എടുക്കുന്ന വറുക്കാത്ത റവയാണ്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് പൊടിച്ചെടുക്കുക. അപ്പോൾ പൊടിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇതിനകത്തോട്ട് 1/4 കപ്പ് റൂം ടെമ്പറേച്ചറിലുള്ള പാല് ചേർത്ത് കൊടുക്കുക. അതും കൂടെ ഒന്ന് അടിച്ചെടുക്കുക. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് നെയ്യാണ്. അപ്പം ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർക്കുന്നുണ്ട്. ബേക്കിംഗ് പൗഡർ ആവശ്യമില്ല. എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അഥവാ ഒരുപാട് ടൈറ്റാന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് 1 സ്പൂണും കൂടെ പാല് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ള പോലെ നട്ട്സ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കുറച്ച് അണ്ടിപ്പരിപ്പാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടാണ്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ കുട്ടീസിനെ കൊടുക്കുന്ന സമയത്ത് ഇടയ്ക്ക് ഈ നട്ട്സൊക്കെ കടിക്കുമ്പോൾ ഇഷ്ടമാവും. അപ്പോൾ എന്തായാലും ഉണ്ടാക്കി നോക്കണം കേട്ടോ. വീട്ടിലുള്ള സാധനങ്ങളൊക്കെ തന്നെ വേണ്ടുള്ളൂ. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊരു ചെറിയ ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ബൗളിൽ ഞാൻ ഓൾറെഡി കുറച്ച് നെയ്യൊന്ന് സ്പ്രെഡ് ചെയ്തെടുത്തിട്ടുണ്ട്. പെട്ടെന്ന് ഇളക്കി എടുക്കാൻ പറ്റാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് പകുതി മാവ് മാത്രം ഒഴിച്ചു കൊടുക്കുക. രണ്ടിലും പകുതി ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി ഇതിൻ്റെ മേലെയായിട്ട് ഞാൻ കുറച്ചും കൂടെ ഒന്ന് അണ്ടിപ്പരിപ്പ് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് ആവിയിലാണ് വേവിക്കേണ്ടത്. അപ്പോൾ ഞാൻ ഓൾറെഡി കുറച്ച് വെള്ളം തിളക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. നന്നായിട്ട് ആവി വരാൻ തുടങ്ങുമ്പോൾ വേണം ഈ പാത്രം നമുക്ക് അതിലേക്ക് വെച്ച് കൊടുക്കാനായിട്ട്. അപ്പോൾ ഏകദേശം ഒരു 10-12 മിനിറ്റ് ഇത് വേവാൻ വേണ്ടി വരുള്ളൂ. അപ്പോൾ 10 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ തുറന്ന് നോക്കുക. അപ്പോൾ നമുക്കിത് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ ഏകദേശം നമ്മുടെ അത് വെന്തിട്ടുണ്ട്. ഞാനൊരു 15 മിനിറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും എൻ്റെ കേക്ക് നന്നായിട്ട് വെന്ത് ക്രാക്കൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഒരു 12 മിനിറ്റ് വേണ്ടുള്ളൂ ഇത് വെന്ത് കിട്ടാനായിട്ട്. അപ്പോൾ നിങ്ങൾ 10 മിനിറ്റ് കഴിയുമ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ ക്രാക്കൊന്നും ഉണ്ടാവില്ല കേട്ടോ. കൂടുതൽ വെന്ത് കഴിയുമ്പോഴാണ്, കൂടുതൽ സമയം വെക്കുമ്പോഴാണ് ഇങ്ങനെ വരുന്നത്. അപ്പോൾ നമുക്കിനി ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. എന്തായാലും ഉണ്ടാക്കി നോക്കുക. പെട്ടെന്ന് തന്നെ ട്രൈ ചെയ്യുക. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. Thank you for watching.